ഓം ശാന്തി. ഈ ദേഹത്തിൽ ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനായ ഞാൻ ഒരു പ്രകാശപുഞ്ചമാണ്. ഞാൻ ഒരു ജ്യോതിർമയ ആത്മാവാണ്. മഹാജ്യോതി പരമാത്മാ ശിവപിതാവിന്റെ സന്താനമാണ്. ഞാൻ ജ്യോതിർമയ ലോകമായ പരമധാമ നിവാസിയാണ്. ഞാൻ എൻ്റെ വീടായ പരമധാമത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിൽ മസ്തമായിരിക്കുന്നു. എൻ്റെ മനസ്സിൽ ശോഭാവയോടുള്ള മിലനത്തിൻ്റെ ലഹരിയിൽ ഞാൻ മഗ്നമായിരിക്കുന്നു. ഞാൻ ആത്മാ ദേഹരൂപി മണ്ണിൽ നിന്നും വേറിട്ട് പരമധാമത്തിലേക്ക് പറന്നുയരുന്നു. അന്തരീക്ഷത്തിനുമപ്പുറം സൂക്ഷ്മവതനവും കടന്ന് എൻ്റെ പ്രിയവദനത്തിലേക്ക്, മുക്തിധാമത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. ഈ ജ്യോതിയുടെ ദേശത്തിൽ ഞാൻ എൻ്റെ ജ്യോതിർമയ സ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. സാക്ഷാത് മഹാജ്യോതി ജ്ഞാനസൂര്യ ശിവബാബയുടെ സന്മുഖത്തിലിരിക്കുന്നു. തീർത്തും സമീപത്തിരിക്കുന്നു. എൻ്റെ പരലോക പിതാവിൻ്റെ ദിവ്യ സാന്നിധ്യം ഞാൻ അനുഭവം ചെയ്യുന്നു. ബാബയുടെ മടിയിൽ എനിക്ക് സത്യമായ സുഖം ലഭിക്കുന്നു. ഇപ്പോൾ ഞാൻ ആത്മാ സ്വയം ജ്ഞാന സൂര്യബാബയുടെ കിരണങ്ങൾക്ക് കീഴെ അനുഭവം ചെയ്യുന്നു. പരമാത്മ സ്നേഹവും ശക്തിയും ജ്ഞാനവും എന്നിൽ നിറയുന്നു. പരമാത്മ പ്രേമത്തിൽ, പ്രിയതമന്റെ പ്രീതിയിൽ ഞാൻ പ്രീതബുദ്ധി ജ്യോതിർമയ ആത്മാ സമാവേശമാക്കുന്നു. സമ്പൂർണ്ണ സ്വരൂപം ധാരണ ചെയ്യുന്നു. പരമാത്മ പ്രേമത്തിൽ നിറഞ്ഞ് ഞാൻ ആത്മാ പരമധാമത്തിൽ നിന്നും താഴെ ഇറങ്ങി സാകാര ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനാകുന്നു. ഞാൻ ബാപ്പുദാദയെ സന്മുഖത്തിൽ അനുഭവം ചെയ്യുന്നു. ഒരു ബാബയുടെ പ്രീതി അനുഭവം ചെയ്യുന്നു. ഞാൻ പ്രീതബുദ്ധി ആത്മാ സദാ ഒരു ബാബയുടെ പ്രീതിയിൽ ഏകരസമായിരിക്കുന്നു. ഞാൻ ബാബയോട് പൂർണ്ണ പ്രീതി വയ്ക്കുന്നു. ബാബയിൽ നിന്നും മുഴുവൻ സമ്പത്തും നേടണം.
എനിക്ക് ഒരു ദേഹധാരിയോടും പ്രീതിയില്ല. ദൈവിക സമ്പ്രദായത്തിലുള്ളവരുടെ ബുദ്ധിയിൽ ഈ വാക്കുകൾ കറങ്ങിക്കൊണ്ടിരിക്കും. എനിക്ക് ദേവതയായി മാറണം. അതിനാൽ ഞാൻ ശുദ്ധ ഭക്ഷണം മാത്രം കഴിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ആത്മാവിന് പാരലൗകിക അച്ഛനുമുണ്ട്, ലൗകിക അച്ഛനുമുണ്ട്. എനിക്ക് പാരലൗകിക അച്ഛനോടാണ് പ്രീതിയുള്ളത്. ഭാരതം അവിനാശി ഖണ്ഡമാണ്. അവിനാശിയായ ബാബയുടെ ജന്മസ്ഥാനമാണ്. ഞാൻ അച്ഛനെ അറിയുന്നു. എൻ്റേത് വിനാശകാലെ പ്രീതബുദ്ധിയാണ്. ഞാൻ തന്നെ 84 ജന്മങ്ങൾ എടുക്കുന്നു. ഇപ്പോൾ ഈ നാടകം പൂർത്തിയായി. എല്ലാവർക്കും തിരിച്ചു പോകണം. തീവ്രമായ പ്രീതിയുള്ളവർ ബാബയോട് പൂർണ്ണമായ പ്രീതി വയ്ക്കുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, ദിവസം തോറും അന്തരീക്ഷം മോശമായിക്കൊണ്ടേയിരിക്കും. എനിക്ക് പുതിയ ലോകത്തിലേക്ക് പോകണം. അതിനാൽ ഞാൻ പുതിയ ലോകത്തെ ഓർമ്മിക്കുന്നു. പരിധിയില്ലാത്ത ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുന്നു. എൻ്റേത് വിനാശകാലെ പ്രീതബുദ്ധിയായതുകൊണ്ട് ഞാൻ വിജയിയാകുന്നു. ഞാൻ വികാരി സമ്പത്തിൽ നിന്നും നിർവികാരി സംബന്ധത്തിലേക്ക് പോകുന്നു. ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകുന്നു. ദൈവിക സമ്പ്രദായത്തിലുള്ളവരുടെ മുന്നിൽ ഈ വാക്കുകൾ മുഴങ്ങുന്നു. ഞാൻ ഇവിടെ തന്നെ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്ത് സർവഗുണസമ്പന്നരായി മാറുന്നു. ദേവതകളെ പോലെയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ഈശ്വരീയ സന്താനമാണ്. ഇതെന്റെ സർവോത്തമമായ ജന്മമാണ്. ദേവതകളെക്കാളും ഉത്തമരായി മറ്റുള്ളവരെയും ഉത്തമരാക്കി മാറ്റുന്നു. ഇതാണ് പരിധിയില്ലാത്ത ബാബയുടെ മിഷനറി. ബാബ വന്ന് ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കി യോഗത്തിലൂടെ എന്നെ ദേവതയാക്കി മാറ്റുന്നു. ബാബ തന്നെ പതിതരെ പാവനമാക്കുന്നു. ഞാൻ മോശമായ എല്ലാ ശീലങ്ങളും ഉപേക്ഷിച്ച് ബ്രാഹ്മണരിൽ നിന്നും ദേവതയാകുന്നു. ഈശ്വരീയ മിഷനറിയുടെ സഹയോഗിയാകുന്നു. ഈ വിനാശകാലത്ത് ബാബയോട് സത്യമായ പ്രീതി വയ്ക്കുന്നു. എൻ്റെ ഹൃദയം ഈ ലോകത്തിൽ നിന്നും അകറ്റി പുതിയ ലോകത്തോട് ചേർക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബാബയുടെ വരദാനമാണ് ശ്രേഷ്ഠ കർമ്മത്തിലൂടെ സ്മരണയോഗ്യരാകുന്ന യുക്തിയുക്തരാകൂ. ഓരോ കർമ്മവും എത്ര ശ്രേഷ്ഠമാകുന്നുവോ അത്രയും ശ്രേഷ്ഠ ആത്മാക്കളായി സ്മരിക്കപ്പെടുന്നു. അവരുടെ ഗുണങ്ങളെയും കർമ്മങ്ങളെയും
മാതൃകയാക്കുവാൻ സ്മരിക്കുന്നു. അങ്ങനെ ഞാൻ സ്മരണായോഗ്യനായിക്കൊണ്ടിരിക്കുന്നു. അതിനായി യോഗയുക്തമാകുന്നു. ഓരോ സങ്കല്പം, വാക്ക്, കർമ്മം യുക്തിയുക്തമാക്കുന്നു. നിമിത്തവും വിനയചിത്തരും. ഇതാണ് സത്യമായ സേവാധാരിയുടെ ലക്ഷണം. ഓം ശാന്തി.